മൻ സുനിഅ ഇലൈഹി മഅറൂഫുൻ. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറയുന്ന ഹദീസ് ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം തിർമിദി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്, മൻ സുനിഅ ഇലൈഹി മഅറൂഫുൻ, ഏതെങ്കിലും ഒരാൾ ഒരു നന്ദി, ഒരു ഉപകാരം നിങ്ങൾക്ക് ചെയ്തു തന്നാൽ, ഫഖാല ലിഫാഇലിഹി, അത് ചെയ്തു തന്ന ആളോട് നിങ്ങൾ ഇങ്ങനെ പറയുകയും ചെയ്തു, ജസാകല്ലാഹു ഖൈറാ, അല്ലാഹു നിങ്ങൾക്ക് ഏറ്റവും ഖൈറായത് പകരം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊടുത്താൽ, ഫഖദ് അബ്ലഗ ഫിസ്സനാഇ, ഏറ്റവും വലിയ സ്തുതിയാണ് അവൻ സ്തുതിച്ചത്. അവൻ ചെയ്ത നന്ദി അതിനപ്പുറം ഇനി ചെയ്യാനില്ല. ഫഖദ് അബ്ലഗ ഫിസ്സനാ, ജസാകല്ലാഹു ഖൈറ എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് ഒരു മുഖസ്തുതി പറയേണ്ട ആവശ്യമില്ല എന്നാ. അത് വലിയ ശുക്റാണെന്നാ. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ പൊതുപ്രവർത്തകരൊക്കെ മനസ്സിലാക്കണം. ആൾക്കാരെ എത്തിയിട്ട് ഈ പ്രശംസിക്കുന്നതൊക്കെ അതൊക്കെ മനുഷ്യന്മാർ കിബിറുണ്ടാക്കും. ജസാകല്ലാഹു ഖൈറ, നിങ്ങൾ ചെയ്തതിന് അള്ളാഹു കൂലി തരട്ടെ. ചെയ്ത കാര്യങ്ങളൊക്കെ പറയാം, അങ്ങനത്തെ ആളാണ്, മൂപ്പരില്ലെങ്കിൽ നമ്മളൊക്കെ വഴിയാധാരായി പോയേനെ, അങ്ങനെയൊന്നും പറയരുത് ആരെപ്പറ്റിയും. അങ്ങോട്ട് പറഞ്ഞിട്ട് ഒരുപാട് പറയാൻ. അബ്ലഗ ഫിസ്സന, അങ്ങേ അറ്റത്തെ മുഖസ്തുതി എത്രയാ പറയണ്ടത്? ജസാകല്ലാഹു ഖൈറാ, അള്ളാഹു നിങ്ങൾക്ക് ഖൈർ തരട്ടെ. നിങ്ങൾ ചെയ്തതിന് പകരം തരാൻ അള്ളാഹുവിനെ കഴിയുള്ളൂ. അള്ളാഹു ഏറ്റവും ഖൈർ നിങ്ങൾക്ക് തരട്ടെ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ നന്ദിയാണ്. നമ്മൾ ആ വാക്ക് പഠിച്ചു വെക്കാം. അറബി ലോകത്തൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് നമുക്ക് അത് അറിയാൻ പറ്റും. ജസാകല്ലാഹു ഖൈറ, അതറിയാത്തവർ ആരും ഉണ്ടാവില്ല. ജസാകല്ലാഹു ഖൈർ, അള്ളാഹു നിങ്ങൾക്ക് ഖൈർ തരട്ടെ. ഇത് ഏതിലും പറയണം. ആരും മൻ സുനിഅ ഇലൈഹി മഅറൂഫുൻ, ഏതൊരു നന്മയും ഏതൊരു ഉപകാരവും നിങ്ങൾക്ക് ആര് ചെയ്തു തന്നാലും നിങ്ങൾ അതിന് പകരം ജസാകല്ലാഹു ഖൈറ എന്ന് പറയണം. ചിലർ പറയും, ഞാൻ അള്ളാഹ്ക്ക് ശുക്രില്ല, നിനക്ക് ശുക്രി. അല്ലല്ല, അള്ളാഹുവിന്റെ ശുക്ർ നിനക്ക് ചെയ്തെന്ന ആളോടുള്ള ശുക്റാണ്. ആ ശുക്ർ അത് ചെയ്യുമ്പോൾ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നതാവുള്ളൂ. ആർക്കും നന്ദി ചെയ്യണം. നമ്മളവിടെ ആദ്യമായിട്ട് ഇവിടെ വിസിറ്റ് എടുത്ത് കൊണ്ടുവന്ന ആൾക്കാരുണ്ടാവും. നന്ദിയോടുകൂടെ ഓർക്കണം. കൊണ്ടുവന്ന ജ്യേഷ്ഠാനുജന്മാരുണ്ടാവും. പിന്നെ 5-ന് വലിയ ജോലിയിട്ട് ജ്യേഷ്ഠനൊക്കെ എത്രയോ പിറകിലാക്കി വലിയ കോടീശ്വരനായിട്ടുണ്ടാവും. എന്നാലും എന്റെ ജ്യേഷ്ഠനെ കൊണ്ടുവന്ന ആ ഉപകാരം മറക്കാൻ പാടില്ല. കഴിഞ്ഞ കാലം മറക്കരുതെന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ഹദീസാ. മല്ലം യഷ്കുരിന്നാസ്, കുത്തുവാക്ക് പറയല്ലേ, വേദനിപ്പിക്കുന്നത് പറയല്ലേ. അള്ളാഹുവാണ് റിസ്ക് കണക്കാക്കുന്നത്. ഉപകാരം അന്നൊരിക്കൽ ഒരു ബെഡ് സ്പേസ് തന്ന ആൾ, വലിയ വിസിറ്റൊക്കെ വരുമ്പോൾ എന്തായിരിക്കും വേജാറ്. ഫ്ലൈറ്റിലൊക്കെ ഉറങ്ങൂല. ഫ്ലൈറ്റിൽ ഒന്നാമത്തെ വേജാറ്, റബ്ബേ ഞാൻ എത്തിച്ചേരേണ്ട, എവിടെയപ്പം ഞാൻ കടന്നുറങ്ങാം, എന്തായിരിക്കും ഇപ്പം എൻ്റെ അവസ്ഥ, ആരായിരിക്കും ഇപ്പോൾ റൂമിലെ കൂട്ടുകാർ, ജോലി കിട്ടൂല, എവിടെയായിരിക്കും ഇപ്പം എൻ്റെ ഇന്റർവ്യൂ പടച്ചോൻ. ഇതൊക്കെ ആലോചിച്ചിട്ട് എരിപുരി കൊണ്ട് 3-3.5 മണിക്കൂർ ഫ്ലൈറ്റിൽ ഇരുന്ന് ഓർമ്മ ഉണ്ടാവില്ല. കോഴിക്കോട് നിന്ന് കയറി പോന്നിട്ടേ, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് കൊച്ചിന്നോ അല്ലേ മംഗലാപുരത്തുനിന്നോ. വേറെ എയർപോർട്ടൊന്നും ഇല്ലല്ലോ നമ്മുടെ നാട്ടില്. ഇനി കണ്ണൂർ വരാൻ നിൽക്കുകയാണല്ലേ. അൽഹംദുലില്ലാ, കണ്ണൂർക്കാരൊക്കെയാണ് വന്നാൽ ഞങ്ങൾ കാണിച്ചാൽ കോഴിക്കോട്ടേക്കൊക്കെ പറഞ്ഞിരിക്കുക. അൽഹംദുലില്ലാ, വലിയ നിഅമത്താണ്. ആയിക്കോട്ടെ, എന്ത് ചെയ്യാ, അതൊക്കെ ഓർക്കുക. പഴയ കാലം, റബ്ബേ ഞാൻ വന്നപ്പോൾ എന്നെ എയർപോർട്ടിൽ കൂട്ടാൻ വന്ന ആള്, എനിക്കൊരു ഉപകാരം ചെയ്തെന്ന ആള്, അയാളാണ് എന്നെ ഡ്രോപ്പ് ചെയ്ത്, അയാളാണ് എന്നെ എത്തിച്ചു കൊടുത്തത്, അയാളുടെ കെയർ ഓഫിലാണ് ആ ജോലി കിട്ടിയത്. ഇതൊക്കെ ഭയങ്കര ശുക്റാണ്. അത് ചെയ്തെന്ന ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നാണ്. നമുക്ക് തിരിച്ചൊരു ഉപകാരം ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നാണ്. ഇന്നലം തസ്തതി അൻ തറുദ്ദ ഖിദ്മത ഇൻസാൻ, ഒരു മനുഷ്യൻ ചെയ്ത ഉപകാരത്തിന് പകരം ചെയ്യാൻ പറ്റുന്നില്ല. ഫദ്ഉല്ലാഹ ലഹു, അല്ലാഹുവിന് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുക. എപ്പോഴും ദുആയിൽ ഓർക്കുക, പടച്ചവൻ എനിക്ക് ആർക്ക് ഉപകാരം ചെയ്തവർക്കൊക്കെ നീ ഉപകാരം ചെയ്ത്. എത്ര ആളുകൾ, പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ഒരുപാട് നല്ല മനുഷ്യന്മാരില്ല. നല്ല മനുഷ്യന്മാരെ ഉള്ളൂ എന്ന് എനിക്ക് പറയാൻ ആഗ്രഹം, പക്ഷെ പറ്റിക്കണ കുറച്ച് ആൾക്കാരെ അടിയിലുണ്ട്. അതുകൊണ്ടാണ് പറയാൻ വേണ്ടി. സ്വന്തം ഉപകാരം ചെയ്തിട്ട്, ഏറ്റവും വലിയ ഉപകാരം ചെയ്തിട്ടൊക്കെ വഞ്ചിക്കുന്ന ആൾക്കാരുണ്ട്. എത്രയും വലിയ ഉപകാരം, രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് ഓരോരുത്തർക്കും ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തിട്ട് അതൊക്കെ വഞ്ചിച്ച് ഉപകാരം ചെയ്ത ആൾക്ക് ഉപദ്രവം ചെയ്യാം. ഭയങ്കര. അള്ളാഹു പൊറുക്കൂല മുഅ്മിനെ, അള്ളാഹു പൊറുക്കൂല. ഉപകാരം ചെയ്ത ആൾക്ക് ഉപദ്രവം ചെയ്യും. അതെങ്ങനെ? മൻ സുനിഅ ഇലൈഹി മഅറൂഫുൻ ഫഖാൽ, തനിക്ക് ഉപകാരം ചെയ്ത ആൾക്ക് വേണ്ടി അല്ലാഹുവേ നീ ഖൈർ പകരം കൊടുക്കണേ എന്ന് ദുആ ചെയ്താൽ, ഫഖദ് അബ്ലഗ ഫിസ്സനാ, ഏറ്റവും വലിയ ഉപകാരം, ഏറ്റവും വലിയ പ്രശംസയാണത്. നിങ്ങൾ അങ്ങനെ നന്ദി ചെയ്യണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ യുഹിബ്ബു അൻ യറാ അസറ നിഅമതിഹി അലാ അബ്ദിഹി, അല്ലാഹു ചെയ്ത നിഅമത്ത് അല്ലാഹുവിനെ കാണാൻ ഇഷ്ടമാണ്. അതൊരു ശുക്റാണ്. ഒരു മുതലാളിയായ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ ഇങ്ങനെ മുഷിഞ്ഞ വസ്ത്രവുമായി ഇരുന്നപ്പോഴാണ് നബി തങ്ങൾ ചോദിച്ചത്, അല്ല നിങ്ങൾക്ക് സമ്പത്തുണ്ടോ? ഉണ്ട് നബിയെ. എന്തൊക്കെയുണ്ട്? മിൻ കുല്ലിൽ അസ്വാജ്, എല്ലാ തരത്തിലുമുള്ളത് എന്ന് പറഞ്ഞാൽ ആടും പശുക്കളും ഒട്ടകങ്ങളും, ആടും പശുണ്ടോന്നല്ല, ആടുണ്ടാവും, ഒട്ടകങ്ങളും സ്വർണവും വെള്ളിയും കച്ചവടം ഒക്കെ ഉണ്ട് നബിയെ. വിധങ്ങൾ പറഞ്ഞു, എന്നാലേ ആ നിഅമത്ത് നിങ്ങളുടെ ദേഹത്ത് കാണാൻ അള്ളാഹുവിന് ഇഷ്ടമാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നല്ല ഡീസൻ്റായ ഉപ്പായിട് എന്നാണ് പറഞ്ഞതിനർത്ഥം.
ആള് ദരിദ്രനെ പോലെ നടന്നു, നല്ല പൈസയുള്ള ആളാണ്, എന്നാൽ പിന്നെ ദരിദ്രനെ പോലെ നടക്കരുത്. പഠിക്കാത്ത, നമ്മൾ പഠിച്ചിട്ടില്ലാത്ത ആലിമല്ലാത്ത ഒരാൾ ആലിമിന്റെ വേഷം കെട്ടി നടക്കരുത്. ആൾക്കാർ പഠിച്ചോളത് വലിയ അല്ലാമയാണെന്ന് വിചാരിച്ച് എന്നിട്ട് എൽമ ഒടിച്ചേക്കും, അയാൾ പഴപ്പിച്ചേക്കും. ആലിമായ ആൾ ആലിമിന്റെ കോലം കെട്ടി, ആലിമിന്റെ കോലം അല്ലാതെ നടക്കരുത്. ആലിമായ ആൾ ആലിമിന്റെ കോലത്ത് നടക്കുക, ആലിമല്ലാത്ത ആൾ ആ രീതിയിൽ. അള്ളാഹു നിഅമത്ത് ചെയ്ത ആൾ ആ നിഅമത്ത് കാണപ്പെടുന്ന രീതി. നിഅമത്തില്ലേ, അത്രയല്ലേ പറ്റുള്ളൂ, ആയിക്കോട്ടൊരു കുഴപ്പമില്ല. പക്ഷെ നിഅമത്ത് കാണാൻ അള്ളാഹുവിന് ഇഷ്ടമാണ്. അവിടെ പിന്നെ ദാരിദ്ര്യം വെച്ച് നടക്കരുത്. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ദർസിന് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ മുഷിഞ്ഞ ഒരാൾ, വളരെ മോശപ്പെട്ട വസ്ത്രം ധരിച്ച ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ക്ലാസ് കേൾക്കാൻ വേണ്ടി വന്നത്. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ ക്ലാസ് കഴിഞ്ഞപ്പോൾ വിളിച്ചു, ഇങ്ങോട്ട് വരി എന്ന് പറഞ്ഞു. പിന്നെ ഈ മുസല്ലന്റെ താഴെ 1000 ദിർഹമുണ്ട്, നിങ്ങൾ എടുത്തോളി എന്ന് പറഞ്ഞു. എന്തിനു ചോദിച്ചു? ഒന്നുമില്ല, നല്ല ഡ്രസ്സ് വാങ്ങിക്കോളി. അഹ്മദ് ഇബ്നു ഹംബൽ, അന ഗനിയ്യുൻ, ഞാൻ മുതലാളിയാണ്. അമാ സമഅത ഖൗല റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ കേട്ടിട്ടില്ല, ഇന്നല്ലാഹു യുഹിബ്ബു അൻ യറ അഥറ നിഅമതിഹി അലാ അബ്ദിഹി, അല്ലാഹുവിന്റെ നിഅമത്ത് അവന്റെ അടിമയുടെ ദേഹത്ത് കാണാൻ അല്ലാഹു ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു. നീ അറിഞ്ഞിട്ടില്ലേ? നല്ല വസ്ത്രം പോയി ധരിക്ക്, ദാരിദ്ര്യം പിടിച്ച് നടക്കല്ല എന്ന് മുതലാളിയോട് ശാസിച്ചു മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല. പക്ഷെ എന്താ വിഷയം എന്നറിയോ? അത് കിട്ടടക്കുമ്പോൾ ഞാൻ തരക്കേടില്ലല്ലോ എന്ന് തോന്നരുത്. അതാ വിഷയം. നിങ്ങൾ നല്ല ബ്രാൻഡ് വസ്ത്രം ധരിച്ചോ, അതിനൊന്നും കുഴപ്പമില്ലല്ലോ. നല്ല വസ്ത്രം ധരിച്ചോളൂ, നല്ല ഭക്ഷണം കഴിച്ചോളൂ, നല്ല ചെരുപ്പ്, ഇതിനൊന്നും കുഴപ്പമില്ല. എന്ത് ചെയ്യരുത്? ഞാൻ ഇപ്പൊ തരക്കേടില്ലല്ലോ എന്ന് തോന്നരുത്. അതാണ് അസുഖം. ആ അസുഖം ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അള്ളാഹു നബി തങ്ങൾ ചോദിച്ചു സുഹാബിയെ, നബിയെ ഇന്നി ലഉഹിബ്ബു, എനിക്കിഷ്ടമാണ് നബിയെ നല്ല വസ്ത്രമിടല്, എനിക്കിഷ്ടമാണ് നബിയെ നല്ല ഭക്ഷണം, എനിക്കിഷ്ടമാണ് നല്ല ചെരുപ്പ്, ഇതൊക്കെ അഹങ്കാരമാണോ എന്ന് ചോദിച്ചു നബി തങ്ങളോട് ഒരു സുഹാബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞു, അത് അഹങ്കാരമല്ല. അള്ളാഹുവിന്റെ നിഅമത്ത് കാണപ്പെടുന്നത് ഇഷ്ടമാണ്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിയമത്തെ കാറ്റിൽ പറത്തുകയും ധിക്കരിക്കുകയും അള്ളാഹുവിന് ശുക്ർ ചെയ്യാതിരിക്കുന്നതും, അതാണ് അഹങ്കാരം. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ ശുക്ർ ചെയ്യുന്നവരാകുക. ശുക്ർ അള്ളാഹുവിന് ചെയ്യുന്ന ശുക്ർ അങ്ങനെയാണ്. എല്ലാം നമ്മുടെ നിസ്കാരം ശുക്റാകണം. നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വിളിച്ചിരിക്കുക, അള്ളാഹ് എന്റെ റബ്ബിനെ വിളിച്ചിരിക്കുകയാണ്, വാങ്കാണാ വിളിച്ചത്, ഹയ്യ അലസ്സലാഹ്, എല്ലാവരും ഇങ്ങോട്ട് വരീൻ, എല്ലാം പൂട്ടിവെച്ച് ഇങ്ങോട്ട് വാ എന്നെന്റെ റബ്ബിനെ വിളിച്ചല്ലോ, ഞാൻ പോകാൻ, അള്ളാഹുവിനെ വിളിച്ചല്ലോ, ആ ക്ഷണം എങ്ങനെ സ്വീകരിക്കാതിരിക്കുക? ആ നിസ്കാര ശുക്ർ. അല്ലാതെ നമ്മൾ ഏതായാലും ഇപ്പൊ എല്ലാവരും പോകുന്നുണ്ട്, ഞാനും പോകാതിരിക്കാൻ വയ്യല്ലോ. അല്ല, ചിലർക്ക് പോയി ഉറക്കയത്ത് കിട്ടി, ചിലർക്ക് അരറക്കയത്ത് കിട്ടി, ചിലർക്ക് അത്തയ്യാത്ത്, ചിലർക്ക് സലാം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ജുമാക്ക് പോയിട്ട് ഓടി വന്നൊക്കെ, ജുമാ തീരാൻ നേരത്തെ ഓടി 4-5 ആളുണ്ട്, ഓടി വന്നിട്ട് ഒരു റക്കായത്ത് കിട്ടി. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പറയാം, പിന്നെ നമ്മൾ ആ ഓട്ടം ഓടിയിട്ടില്ലെങ്കിൽ നമുക്ക് നിസ്കാരം തന്നെ, നമുക്ക് ആ ഒരു റക്കായത്ത് കിട്ടൂലായിരുന്നു. ആദ്യം ഓട്ടം ഓടിയത് നമുക്ക് റക്കായത്ത് കിട്ടിയത്. അപ്പൊ ഒപ്പല്ല ആള്, പിന്നെ നമ്മൾ ഉതിർക്കാൻ നിന്നിക്കണമെങ്കിൽ അതും കിട്ടൂലായിരുന്നു കേട്ടോ. സുബ്ഹാനല്ലാഹ്, എന്താപ്പാ നിസ്കാരമൊക്കെ, ആർക്കാപ്പി നിസ്കരിക്കണത്? എന്ത് ശുക്ര! അള്ളാഹുവിന് ശുക്ർ ചെയ്യാ. റബ്ബേ, നീ എനിക്ക് എന്നെ വിളിച്ചില്ലേ, ഹയ്യ അലസ്സലാഹ്, പടച്ചോനെ നന്ദി ചെയ്യണേ, നീ എന്നെ വിളിച്ചില്ലേ, നീ ഇങ്ങോട്ട് വാ, ഞാൻ വരികയാണ് റബ്ബേ, നീ എനിക്കിതൊക്കെ ചെയ്തു തന്നില്ലേ, നിന്റെ മുമ്പിൽ ഞാൻ കുറച്ച് സമയം ചെലവഴിക്കട്ടെ, ആ നേരം എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ പടച്ചോനെ, എനിക്ക് വേറെ ആരുമില്ല, അല്ലാഹു അക്ബർ, എന്റെ ദുന്യാവിനെ ബാക്കിലാക്കി നീയാണ് റബ്ബേ വലിയവൻ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ആ നിസ്കാരം അപ്പൊ ശുക്റാണ്. അള്ളാഹുവിന് വേണ്ടി നോമ്പ് നോൽക്കുകയാണ്, അത് ശുക്ര. എന്റെ റബ്ബിന് ഞാൻ നന്ദി ചെയ്യല്ലേ. അപ്പൊ നമുക്ക് ഇബാദത്തിൽ ആനന്ദം വരും, നിസ്കാരത്തിൽ ആനന്ദം വരും, നമ്മുടെ ഇബാദത്തിൽ രസം തോന്നും. റബ്ബിന് വേണ്ടി സമയം കണ്ടെത്തുക, ധൃതി പിടിച്ച് ചെയ്യല്ല, അതിന് സമയം കണ്ടെത്തുക. ഇബാദത്തിന് നിസ്കാരത്തിന് സമയമല്ല, ബാക്കിയൊക്കെ എന്ത് ബിസിയാ. പിന്നെ ഏറ്റവും വലിയ നമ്മുടെ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട നിസ്കാരം, അതിന് നേരമല്ല, ബാക്കിയൊക്കെ തിരക്കിലാണ്. ഈ തിരക്കുകളൊക്കെ ഇതിനു വേണ്ടി മാറ്റിവെക്കുക, അതിന് സമയം കണ്ടെത്തുക. അല്ലാഹു തആല നമ്മൾ ഷാക്കിരീൻ ശുക്ർ ചെയ്യുന്നവരാക്കി തിരുമാറാകട്ടെ.